എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. ഉളവണ്ണ മക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവില്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രിയാണ് കൊണ്ട് ഒരു കോൾ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കോളിംഗ് ആപ്പ് എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒന്നിൽ സിസ്റ്റം ഓട്ടോമാറ്റഡ് സെറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പണി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി എന്നാലും എന്തെങ്കിലും സിസ്റ്റമായിട്ട് ആയിരിക്കാം എന്ന് വിചാരിച്ച് വിട്ടതാണ്. പക്ഷേ പിന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അതേപോലെ തന്നെ ഈ ഫോൺ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാരണമാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത്. ഈ കോളിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ആ സംഭവം, കോളിംഗ് നമ്മുടെ ഫോണിൻ്റെ ഡയൽ ലിസ്റ്റിലെ ആ ഒരു പ്രസൻറ്റേഷനും കോൾ വരുമ്പോഴുള്ള രീതിയൊക്കെ മാറി എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ സജഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെയാണ് ആ ഒരു ഇൻ്റർഫേസ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ പോയിട്ടെന്ന്. എനിക്ക് പിന്നെ അതും കമൻറ്റുകൾ വായിച്ചപ്പോൾ ഒരു പണിയാണോ എന്ന് തോന്നി. ഇനി അത് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും പറ്റുമോ നമുക്കറിയില്ലല്ലോ. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടോ, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ നമ്മുടെ പഴയ ഇൻ്റർഫേസ് തന്നെ കിട്ടും. ഇത് ചിലപ്പോൾ പലർക്കും പുതിയ അറിവൊന്നും ആയിരിക്കില്ല, പലരും പറഞ്ഞു കാണും. എന്നാലും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ട്, ഇതിങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും, പേടിച്ചിരിക്കുന്നുണ്ടാവും നമ്മളത് ചെയ്യണോ വേണ്ടോ, ഇനി അത് ഈ ഇൻ്റർഫേസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോൺ ബൈ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോൺ ബൈ ഗൂഗിൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലത്തെ ഡയലർ ഇൻ്റർഫേസ് തന്നെ കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയും ടെൻഷനുമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ വേണ്ട എന്ന് പറയാൻ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്ര മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.